നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SSLC ഫൈനൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി തന്നിരുന്നു, മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലപ്പോഴും ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നു എന്ന് മാത്രമല്ല, ഈ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനും ഇത് നമ്മളെ സഹായിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ചില വർഷങ്ങളിൽ 2018, 2019, 2020 വർഷങ്ങളിൽ സാമൂഹ്യശാസ്ത്ര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും 2018 മാർച്ചിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, മെൻഷൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, 3 മാർക്ക്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മേജർ ഡാംസ് ഇൻ മോഡേണൈസിങ് ഇന്ത്യൻ എക്കണോമി, അതിനും 3 മാർക്കാണ്. ആദ്യത്തെ ചോദ്യം, മെൻഷൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊണ്ട അതിൻ്റെ ആ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. The cabinet mission under the British rule had proposed to form a constituent assembly. In 1946, the constituent assembly was formed with Dr. Rajendra Prasad as the chairman. Dr. B.R. Ambedkar was a drafting committee chairman. The committee drafted the constitution after a series of discussions and debate. 2019 മാർച്ചിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യം ഇതാണ്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഹൂ സൈൻഡ് ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് വിത്ത് ജവഹർലാൽ നെഹ്റു? റൈറ്റ് എനി 2 ഓഫ് ദ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. ആൻസർ ചൗവിൻ ലായി ആണ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പഞ്ചശീൽ പ്രിൻസിപ്പിളിൽ ഒപ്പുവെച്ചത്. അതിൻ്റെ 2 മറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ഫോർ ഈച്ച് അതർ ഇൻ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി, മ്യൂച്വൽ നോൺ അഗ്രഷൻ. 3 മാർക്കാണ് ഇതിനുള്ളത്. 2020 മാർച്ച് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്, 3 മാർക്കിൻ്റെ. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇതിന് ആൻസർ എഴുതുമ്പോൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷനിലേക്ക് നയിച്ച, സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച ഒരുപാട് കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട്. 1920 നാഗ്പൂർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തീരുമാനങ്ങൾ മുതൽ, ഭാഷാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ച തീരുമാനം മുതൽ, പോറ്റി ശ്രീരാമലുവിൻ്റെ സത്യാഗ്രഹ, ആന്ധ്രാപ്രദേശിൻ്റെ രൂപീകരണം, അതുപോലെ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോംഡ് എ കമ്മീഷൻ ടു റീഓർഗനൈസ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജസ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതേണ്ടതുണ്ട്. ഇനി നമുക്ക് 2018, 2019, 2020 വർഷങ്ങളിലെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ പരിചയപ്പെടാം. 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് 2018 ഫെബ്രുവരിയിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കമ്മീഷൻസ് അപ്പോയിൻറ്റഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ടു സ്റ്റഡി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആൻഡ് ടു സബ്മിറ്റ് റെക്കമെൻഡേഷൻ? ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ കമ്മീഷനാണ് നിയമിക്കപ്പെട്ടത്? ആൻസർ രാധാകൃഷ്ണ കമ്മീഷൻ, ലക്ഷ്മണസ്വാമി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. ഈ 3 പേരുകൾ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. റൈറ്റ് എനി 3 അച്ചീവ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഇൻ ദ എക്കണോമിക് സെക്ടർ. സ്വാതന്ത്ര്യത്തിന് ശേഷം സാമ്പത്തിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച ഏതെങ്കിലും 3 നേട്ടങ്ങൾ എഴുതുക. ആൻസർ എഴുതുമ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും 3 പോയിൻ്റുകൾ എഴുതുക. ഇന്ത്യ അഡോപ്റ്റഡ് മിക്സഡ് എക്കണോമി, ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് ഫോംഡ്, ദ 5-year പ്ലാൻസ് സ്റ്റാർട്ടഡ് ഇൻ 1951, സെറ്റപ്പ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി, മേജർ ഡാംസ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് സ്റ്റാർട്ടഡ്. ഇതിൽ ഏതെങ്കിലും 3 പോയിൻ്റ് എഴുതിയാൽ 3 മാർക്ക് ലഭിക്കും. ഈ ചാപ്റ്ററിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇവാലുവേറ്റ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് മിസൈൽ ടെക്നോളജി ആൻഡ് സ്പേസ് മിഷൻ. മിസൈൽ ടെക്നോളജിയിലും സ്പേസ് മിഷനിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ചുരുക്കി വിവരിക്കുക.
3 മാർക്കിൻ്റെ ചോദ്യമാണ്. ആൻസർ എഴുതുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിശദമായി എഴുതണം. ഇൻ 1962, നെഹ്റു വിത്ത് ദ ടെക്നിക്കൽ അഡ്വൈസ് ഓഫ് വിക്രം സാരാഭായ് ഫോംഡ് ദ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ഫോളോയിങ് ദിസ്, ഇൻ 1969, Indian Space Research Organization was established. The first rocket launching station in India was established in Tumba. The first satellite, Aryabhatta, was successfully launched in 1975. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി എഴുതിയ 3 മാർക്ക് ലഭിക്കുന്നതാണ്. 3 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഇൻ ഇന്ത്യ? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? അതിൻ്റെ വിവിധ സ്റ്റേജസ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ വിവിധ സ്റ്റേജസ് ഏതെല്ലാമായിരുന്നു? സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ഫൈസൽ അലി ആയിരുന്നു. ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എഴുതുമ്പോൾ, ഇൻ 1920 ദ നാഗ്പൂർ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് resolved to form its state committee on the basis of language. Poti Sriramalu, a freedom fighter, started satyagraha for the formation of Andhra Pradesh for Telugu speaking people. In 1953, the government of India formed the state of Andhra Pradesh for the Telugu speaking people. The government of India formed a commission to reorganize Indian states. The Parliament passed the States Reorganization Act in 1956. ഇത്തരം സംഭവങ്ങൾ കൂടുതൽ വിശദീകരിച്ച് എഴുതുക. 3 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. കഴിഞ്ഞ 3 വർഷങ്ങളിലായി SSLC സാമൂഹ്യശാസ്ത്ര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. മുൻകാല ചോദ്യം പേപ്പറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പലപ്പോഴും പല ചോദ്യങ്ങളും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ചാപ്റ്ററിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ എന്ന് പറയുന്നത് ഉത്തര സൂചികകൾ മാത്രമാണ്. അത് വിപുലമായി വിശദമായി നിങ്ങൾ എഴുതേണ്ടതുണ്ട്. ഓരോ ചോദ്യവും വായിച്ചു കഴിഞ്ഞ് അത് എത്ര മാർക്കിന്റെ ചോദ്യമാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് വിശദീകരിച്ച് എഴുതുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.